മനുഷ്യതാക്കി റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ നട്ടെല്ല് എന്നാണ്. അതായത് ഹ്യൂമാനിറ്റീൻ്റെ ബാക്ക് ബോൺ, അതാണ് അതിൻ്റെ അർത്ഥം. കിതാബ് ഉൻകാ കാഗസ് ഗൽ ജാത്താ ഹെ പാനീമേ. പുസ്തകങ്ങളിലുള്ള പേപ്പറുകൾ, കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകമാണ്, കാഗസ് പേപ്പറാണ്, ഗൽ ജാത്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഞ്ഞു പോവാന്നാണ്, പാനീമേ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തിൽ. അപ്പോൾ പുസ്തകങ്ങളിലുള്ള പേപ്പറുകൾ വെള്ളത്തിൽ വീണ അലിഞ്ഞു പോവും. ഉൻകി വൈചാരിക് ദൃഢത വികലിത് നഹി ഹോത്തി. എന്നാൽ അതിലുള്ള വൈചാരിക് ദൃഢത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആശയങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ളതാണ്. വികലിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെയാവുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പറയുന്നത് പുസ്തകങ്ങളിലുള്ള പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല. ഹാ കിതാബോക്കെ കാഗസ് കോ ചാട്ട് ജാത്തി ഹെ ദീമക്കെ. എന്നിട്ട് പറയുകയാണെന്നത് പുസ്തകത്തിലുള്ള പേജുകൾ ചിതലുകൾക്ക് തിന്നാൻ സാധിക്കുന്ന, ദീമക്കയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതലുകളാണ്. അപ്പം ചാട്ട് ജാത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർന്ന് തിന്നുക എന്നുള്ളതാണ്. അപ്പം പുസ്തകങ്ങളിലുള്ള പേജുകൾ ചിതലുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉന്മേം വിചാർ ഹസം നഹി കരസത്ത. പക്ഷേ അതിലുള്ള വിചാർ എന്താണ്, ചിന്തകൾ, ഐഡിയോളജീസാണ്. ഹജം നഹി കരസക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളത്. അതായത് ചിതലുകൾക്ക് പേപ്പർ തിന്നാൻ കഴിയുമെങ്കിലും അതിലുള്ള ചിന്തകളെ ഒരിക്കലും അവർക്ക് തിന്ന് ദഹിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. കിതാബേം പ്രതിബദ്ധിത കർ സക്തേ ഹെ ഉനേം ജലാ സക്തേ ഹെ ബീച്ച് ചൗരാഹെ താനാശ. പുസ്തകങ്ങൾ പ്രതിബന്ധിത കർ സക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിക്കാൻ വേണ്ടി സാധിക്കും. ഉനേം ജലാസക്തേ, അത് കത്തിക്കാൻ വേണ്ടിയിട്ടും പറ്റും. ബീച്ച് ചൗരാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൽക്കവലയുടെ ഇടയിൽ വെച്ചിട്ട്, താനാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട്. ലേക്കിൻ പക്ഷേ ഉൻസെ ഉടുത്തെ സ്വാതന്ത്ര്യ രവ് കോ മൂക്ക് നഹി കർ സക്തേ. പക്ഷെ അതിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ശബ്ദത്തിനെ ഒരിക്കലും നിശബ്ദമാക്കാൻ കഴിയില്ല എന്ന് പറയണം. അതായത് പുസ്തകങ്ങളിൽ നിന്ന് ഉയരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ശബ്ദത്തിനെ ഒരിക്കലും ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്ന് പറയാണ്. കിതാബെ മനുഷ്യതാക്കി റീഡ് കി ഉദഗ്ര ഹഡ്ഡി ബൻ ചുക്കി ഹെ. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ നട്ടെല്ലിലെ ഉറപ്പുള്ളൊരു അസ്ഥിയായിട്ട് മാറിക്കഴിഞ്ഞു എന്നാണ്. റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നട്ടെല്ലാണ്. ഹഡ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാണ്. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ നട്ടെല്ലിലുള്ള ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു എല്ലായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കോയി ഭി അമാനുഷിക് താക്കത്ത് ജിസെ ക്ഷത വിക്ഷത് കർലേ. ഏത് ക്രൂരമായ ശക്തിക്കും അതിനെ മുറിപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ക്ഷതിച്ച് നഹി കർ സക്ത. പക്ഷെ അതിനെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, മനുഷ്യത്വം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മനുഷ്യത്വത്തിനെ കുറിച്ചിട്ടാണെങ്കിലും പുസ്തകങ്ങളിലുള്ള എന്തൊരു വലിയ വലിയ മെസ്സേജുകളാണെങ്കിലും അതൊരിക്കലും അതിനെ എന്തൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ നോക്കിയാലും അതിലുള്ള ആശയങ്ങൾ ഒരിക്കലും നശിക്കാൻ പോണില്ല. അതിനൊക്കെ അത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ഓരോ ഹ്യൂമൻ വാല്യൂസും അത് പുസ്തകത്തിനെ നശിപ്പിച്ചാലും അത് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു കവിതയിലൂടെ കവി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്.